അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പറഞ്ഞത്? നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്തു. അതിൽ നമ്മൾ ലിഗാൻഡ്സിനെ പറ്റി പറഞ്ഞു അല്ലേ? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിഗാൻഡ്സിനെ പറ്റി നമ്മൾ പറയാൻ തുടങ്ങിയത്. ഒന്ന് ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് നെഗറ്റീവ് ഓർ ആനയോണിക് ലിഗാൻഡ്സ്, ന്യൂട്രൽ ലിഗാൻഡ്സ് ആൻഡ് കാറ്റയോണിക് ലിഗാൻഡ്സ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആനയോണിക് കൂടുതൽ ലിഗാൻഡ്സും ഐദർ ആനയോണിക് ഓർ ന്യൂട്രൽ ആയിരിക്കും. and there are only very few cationic ligands like the nitrosonium ion or the hydrocenium ion പോലെയുള്ള അപൂർവം ലിഗാൻഡ്സ് മാത്രമേ കാറ്റയോണിക് ആയിട്ടുള്ളൂ. മിക്കവാറും ലിഗാൻഡ്സ് ന്യൂട്രലോ അല്ലെങ്കിൽ ആനയോണിക് ആയിരിക്കും. And you also seen that the metal central metal atom and the ligands constitute what is called the coordination sphere. ഏതുപോലെ CO NH3 6 times 3 plus. ഇവിടെ നമ്മൾ കൊബാൾട്ട് 3 എന്ത് പറയുന്നു? കൊബാൾട്ട് 3+ ആണ്, അമോണിയ ആണ്. കൊബാൾട്ട് 3 സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് പറയും, മെറ്റൽ അയോൺ എന്ന് പറയും. അമോണിയ ഈസ് ദി ലിഗാൻഡ്. ഓർ സേ ഫെറോസയനൈഡ് അയോൺ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ലിഗാൻഡ് സയനൈഡ് ആണ്. ന്യൂട്രൽ സോറി ഇറ്റ്സ് ആനയോണിക് ലിഗാൻഡ്. സയനൈഡിന്റെ ചാർജ് നമുക്കറിയാം, CN-. അതിന് ഇവിടെ 4 നെഗറ്റീവ് ചാർജ് കാണുന്നുണ്ട്. ഇവിടെ 4 നെഗറ്റീവ് ചാർജ് കാണുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ഈ മൊത്തത്തിൽ ഇതിനുള്ളിൽ 4 നെഗറ്റീവ് ചാർജ് ഉണ്ടെന്നതാണ്. 6 നെഗറ്റീവ് ചാർജ് ഇവിടെ കാണുന്നുണ്ട്. ഈ 6 നെഗറ്റീവ് ചാർജിൽ 2 നെഗറ്റീവ് ചാർജ് അവിടെ പോയി, 2 നെഗറ്റീവ് ചാർജ് ന്യൂട്രലൈസ് ചെയ്ത് പോയി. ഇപ്പൊ എന്തുണ്ടാവും? ഇവിടെ 2 പോസിറ്റീവ് ഉണ്ട്. അതായത് ഇത് 2 പോസിറ്റീവും ഇത് 6 നെഗറ്റീവാണ്. മനസ്സിലായില്ലേ? ഇത് 6 നെഗറ്റീവ് കൃത്യമായിട്ട് അറിയാം. ഇത് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നോക്കണം. പറഞ്ഞ ക്ലിയർ ആകുന്നുണ്ടോ? We can see that cyanide ion, which is CN-. Each cyanide ion carries one negative charge, and in this coordination sphere we can see that there are 6 negative charges. But outside that there are only 4 negative charges. That means there will be 2 positive charges on iron. Idhe sir nammal FeCN6 3- ആണെങ്കിലോ അങ്ങനത്തെ ചാർജ്, ദിസ് ഈസ് കോൾഡ് ഫെറോസയനൈഡ് അയോൺ. ഇവിടെ നമ്മൾ ഇവിടെയും 6 നെഗറ്റീവ് ചാർജ് ഇവിടെ ഉണ്ട്. അപ്പോൾ എത്ര വേണം? ഇവിടെ 3 പോസിറ്റീവ് ചാർജ് ഉണ്ടായിരിക്കുന്നത്. എന്താണ്? അയൺ 3+ ആണ്. നമുക്ക് അയൺ 3+ ഉണ്ട്, 2+ ഉണ്ട്. ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് ഈ നെഗറ്റീവ് ഉണ്ടാകുന്നത്. ഇത് നമ്മൾ മെറ്റലാറ്റത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഇതിന്റെ മുകളിൽ ചാർജ് എന്ന് പറയും. അത് നമുക്ക് ഇതിൽ നിന്ന് ഡെഡ്യൂസ് ചെയ്യാൻ പറ്റും ഈ ഫോർമുല കണ്ടു കഴിഞ്ഞാൽ. ലുക്കിംഗ് ഇൻടു, സോ ഇഫ് യു ഹാവ് എ ഫോർമുല ലൈക്ക് ദിസ്, ഇതൊരു മെറ്റൽ കോംപ്ലക്സ് ആണ്. ഇവിടെ മെറ്റൽ ആറ്റം നിക്കലാണ്. ഇത് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് ഈസ് എ ന്യൂട്രൽ ലിഗാൻഡ്. ഇതിന്റെ മുകളിൽ ചാർജ് ഒന്നും കാണാനില്ല. ഇത് ന്യൂട്രൽ ആണെങ്കിൽ ഇത് എന്തായിരിക്കും? ഇത് ന്യൂട്രൽ ആയിരിക്കും. So here the oxidation state of nickel is 0, or the charge percent on nickel is 0, the charge percent on carbon monoxide also is 0, so that the whole molecule is chargeless. പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ? അപ്പൊ മെറ്റലാറ്റത്തിന് മുകളിലെ ചാർജ് അല്ലെങ്കിൽ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും അതിന്റെ ഫോർമുല കണ്ടു കഴിഞ്ഞാൽ. അതുപോലെ എക്സാമ്പിൾ പറയാം. ഇവിടെയും മെറ്റലാറ്റം സെൻട്രൽ മെറ്റലാറ്റം കൊബാൾട്ട് ആണ്. ഒരു കാര്യം ശ്രദ്ധിക്കാനില്ല. ഇത് കണ്ടോ? ഇത് CO ആണ്, ഇത് CO രണ്ടാണ്. നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഒന്ന് കൊബാൾട്ട് ആണ്, മറ്റേത് കാർബൺ മോണോക്സൈഡ്. ഇപ്പോഴും ശ്രദ്ധിക്കണം, കാർബൺ മോണോക്സൈഡ് കൂടെ CO എന്ന് എഴുതും. കാർബൺ മോണോക്സൈഡ് കാർബണും ഓക്സിജനും ആണ്. കൊബാൾട്ട് എഴുതുമ്പോൾ CO എഴുതും. വലിയ സിയും ചെറിയ O. ഇത് മാറിപ്പോയത്. ഇത് കൊബാൾട്ട് ആണ്, ഇത് കാർബൺ മോണോക്സൈഡ് ആണ്. പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ? ഇതൊക്കെ നേരത്തെ അറിഞ്ഞിരിക്കുന്ന കാര്യമാണ് പറഞ്ഞു തരും. പലരും തിരിച്ചെഴുതും. കൊബാൾട്ട് എഴുതുമ്പോൾ ക്യാപിറ്റൽ സിയും സ്മോൾ O. അതൊരു എലമെന്റിന്റെ സിമ്പിളാണ് CO. മറ്റേതാണ്? മറ്റേത് C is the symbol for carbon, O is that for oxygen, CO is that for carbon monoxide. മാറിപ്പോയത് കേട്ടോ. ഇവിടത്തേക്ക് വരിക. ഇവിടെ നമ്മൾ എന്താണ്? സെൻട്രൽ മെറ്റലാറ്റം കൊബാൾട്ട് ആണ്. പിന്നെ 6 ലിഗാൻഡ്സ് കാണാം നമുക്ക്. 4 അമോണിയ മോളിക്യൂളും 2 ക്ലോറൈഡും. ക്ലോറൈഡിന്റെ ചാർജ് നമുക്കറിയാം. ക്ലോറൈഡിന്റെ ചാർജ് എത്രയാണ്? 2-ന് 2- ആണ്. അമോണിയയുടെ ചാർജ് അറിയാം, 4-ന് ചാർജ് ഇല്ല. 2-ന് 2-, 4-ന് ചാർജ് ഇല്ല. മൊത്തത്തില ഒരു ചാർജ് പുറത്ത് കാണുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാല്
ഇവിടെ 2 നെഗറ്റീവ് ചാർജ്, ഇവിടെ ചാർജ് ഇല്ല, എല്ലാം കൂടി ഒരു പോസിറ്റീവ് ചാർജ് വേണമെങ്കിൽ ഇവിടെ എന്ത് വേണോ, ഇവിടെ സ്വാഭാവികമായിട്ടും 3 പോസിറ്റീവ് ചാർജ് വേണം. ശരിയല്ലേ? ഈ 3 പോസിറ്റീവ് ചാർജും 2 നെഗറ്റീവ് ചാർജും, ഇനി ചാർജ് ഇല്ല. ഓക്കെ, അമോണിയ മോളിക്യൂൾസ് ന്യൂട്രൽ മോളിക്യൂൾ, ന്യൂട്രൽ ലിഗാൻഡ്. 3 പോസിറ്റീവും 2 നെഗറ്റീവ് കൂടിയിട്ടാണ് പുറത്തൊരു പോസിറ്റീവ് വന്നത്. ഇവിടെ ചാർജ് ഇല്ലായിരുന്നെങ്കിലോ, ഇങ്ങനെയാണെങ്കിലോ, ഇവിടെ ചാർജ് ഒന്നും ഇല്ലെങ്കിൽ എന്താർത്ഥം, ഇവിടെ 2 പോസിറ്റീവ്, ഇവിടുത്തെ നെഗറ്റീവ് ഫിക്സഡ് ആണ്. ഇതാണ് നമ്മൾ കണ്ടുപിടിച്ച് ഡെഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ മെറ്റൽ ആറ്റത്തിന്റെ ചാർജ് നമുക്ക് അതിന്റെ ഫോർമുല കണ്ടാൽ കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ? ലുക്കിംഗ് ഇൻടു ദി ligands and see whether they are anionic, cationic or neutral. You can see or we can find out the charge present on the metal. കുറച്ച് നോമക്ലേച്ചർ ഒക്കെ വരുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കണം നമ്മൾ എത്ര ചാർജ് ഉണ്ടെന്നുള്ളത്. മൊത്തത്തിൽ നോക്കുക. അതായത് നമ്മൾ ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മൊത്തം അതിന്റെ പുറത്തേക്കുള്ള ചാർജ് നോക്കുക. അകത്ത് ഓരോന്നിനുള്ള ചാർജ് കൂട്ടിയാൽ കിട്ടണം, ഇത് പുറത്തേ കിട്ടണം. അകത്തുള്ള 3ഉം ഈ 2 കൂട്ടിയാൽ എന്ത് വേണം, പുറത്ത് ഒരു പോസിറ്റീവ് ചാർജ് ബാക്കി വരും. മനസ്സിലായില്ലേ? ഇവിടെ അകത്തുള്ള 2 പോസിറ്റീവും 6 നെഗറ്റീവും ചേർന്നിട്ടാണ് 4 നെഗറ്റീവ് വരുന്നത്. ഇവിടെ 3 പോസിറ്റീവും 6 നെഗറ്റീവും ചേർന്നിട്ടാണ് 3 നെഗറ്റീവ് വരുന്നത്. ഇവിടെ 3 പോസിറ്റീവ് ചാർജില്ല ആണ് പുറത്ത് കാണുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ ഇതേ കൊബാൾട്ട് 3 ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. കൊബാൾട്ടും അമോണിയ നമ്പർ 5 ആയിട്ട് ഒരു ക്ലോറൈഡ് കൂടി, 6ാമത്തെ ലിഗാൻഡ് ക്ലോറൈഡ് ആണ്. ഇതിന്റെ പുറത്ത് എത്ര ഉണ്ടാവും? 2 പോസിറ്റീവ് ഉണ്ടാവും. കാരണം എന്താണ്, ഒരു നെഗറ്റീവും 3 പോസിറ്റീവും 2 പോസിറ്റീവും. പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ? സോ തുറന്നോട്ടെ. നമ്മളിപ്പോ പറഞ്ഞു വരുന്നത് ന്യൂട്രൽ ലിഗാൻഡ്സ്, ആനോണിക് ലിഗാൻഡ്സ് ആൻഡ് കാറ്റോണിക് ലിഗാൻഡ്സ്. അത് കഴിഞ്ഞു. ഇനി അതേപോലെ അമോണിയ നമ്മൾ പറഞ്ഞ ലിഗാൻഡ് ആവണമെങ്കിൽ അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? പ്രധാനമായിട്ട് ഷുഡ് ഹാവ് എൻ ആറ്റം മോർ ദാൻ വൺ, നോ പ്രോബ്ലം, വിത്ത് അറ്റ്ലീസ്റ്റ് 1 ലോൺ പെയറുള്ള ഒരു ആറ്റം ഉണ്ടാകാൻ മാത്രമേ എന്താ അറ്റാക്ക് ചെയ്യാൻ പറ്റൂ, ലിഗാൻഡ് അറ്റാക്ക് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് കണ്ടു കഴിഞ്ഞു. അമോണിയ കാൻ ആക്ട് ആസ് ലിഗാൻഡ്, water can act as ligand, but methyl molecule cannot act as ligand. Why? Because methyl molecule does not have a lone pairs of electrons. മനസ്സിലായി? ലോൺ പെയർ ഇല്ല മീഥൈലിന്. അമോണിയയിലുണ്ട്. BF3 ഇല്ല. BF3 cannot act as a ligand, but water can act as a ligand because water molecule is O bonded to 2 hydrogens, so there are 2 lone pairs on oxygen of water. There is 1 lone pair on the oxygen of ammonia. Nitrogen of ammonia. അമോണിയയിലെ നൈട്രജനില് ഒരു ലോൺ പെയർ ഉണ്ട്. വാട്ടർ ഓക്സിജന് 2 ലോൺ പെയർ ഉണ്ട്. പിന്നെ ക്ലോറൈഡ് ബ്രോമൈഡ് ഇഷ്ടംപോലെ ലോൺ പെയർ ഉണ്ട്. അങ്ങനെ ലോൺ പെയറുള്ള അയോൺസോ മോളിക്യൂൾസോ ആണ് സാധാരണഗതിയിൽ ലിഗാൻഡ് അറ്റാക്ക് ചെയ്യുന്നത്. നമ്മൾ പ്ലസ് 2 പഠിച്ചാണ്, നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. സോ അമോണിയ is a neutral ligand. H2O is a neutral ligand. H2O ന്റെ മുകളിൽ ഒരു ലോൺ പെയർ മാത്രമേ കാണിക്കുന്നു ന്യൂട്രൽ ligand. മനസ്സിലായില്ലേ? ഓർ ക്ലോറൈഡ് ligand or say H2S, sulfur has a lone pair. മനസ്സിലായില്ലേ? So depending on the atom which donates a pair of electrons, ഏത് ആറ്റമാണോ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തത് അതിനനുസരിച്ച് നമുക്ക് ലിഗാൻഡ്സിനെ വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. ലിഗാൻഡ്സ് ലൈക്ക് methylamine, ammonia, pyridine. ഇതാണ് pyridine. ഇതിലൊക്കെ ആരാ ഡൊണേറ്റ് ചെയ്തത്? നൈട്രജൻ ആണ് അല്ലേ? ലോൺ പെയർ നൈട്രജനിലാണ്. ഇവിടുത്തെ ലോൺ പെയർ നൈട്രജനിലാണ്. So you can see these ligands can be classified as nitrogen donor ligands. And ligands like നമുക്ക് എളുപ്പമാണ് മനസ്സിലാവും. ഹൈഡ്രോക്സൈഡ് or say ether. The lone pair oxygen ആണ്, ഇവിടെ lone pair oxygen ആണ്. You see that in the case of water, hydroxide, ഇഷ്ടംപോലെ എക്സാമ്പിൾ പറയാം നമുക്ക്. ether etc. The donor atom. So donor atom എന്ന് പറഞ്ഞാൽ എന്താണ്? The atom which donates electrons. Very clear ആണ്. Is oxygen. So these ligands can be classified as a oxygen donor ligands. This is chlorine or halogen donor ligand. Halogen atomആണ് ligand attack ചെയ്യുന്നത്. halogen donor ligand. This sulfur donor ligands. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ലിഗാൻഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം മിക്കവാറും ലിഗാൻഡ്സ് ഒക്കെ either nitrogen donor ligands or
ഓക്സിജൻ ഡോണർ ലിഗാൻഡ്സ് ആൻഡ് ഹാലജൻ. ഏറ്റവും കൂടുതൽ മറ്റേ ഇല്ലെന്നല്ല, വളരെ കൂടുതൽ ലിഗാൻഡ്സ് ഈ ഗ്രൂപ്പിൽ പെടുന്നതാണ്. ഒന്ന് നൈട്രജൻ ഡോണർ, രണ്ടാമത്തെ ഓക്സിജൻ ഡോണർ, മൂന്നാമത്തെ ഹാലജൻ ഡോണർ. പിന്നെ മറ്റൊരു സൾഫർ ഡോണറും ഫോസ്ഫറസ് ഡോണറും ഒക്കെ ഉണ്ട്, കുറവാണ്. കൂടുതലും ഈ ക്ലാസ്സിൽ വരുന്നതാണ് ഹാലജൻ. എല്ലാം ഒന്നിച്ചാൽ പറയാം മനസ്സിലാക്കാം. ക്ലോറിൻ ബ്രോമിൻ ആയിട്ട് നമുക്ക് പറയാം ഹാലജൻ ഡോണർ ലിഗാൻഡ്സ്. ഹാലൈഡ്സിനാണ് പ്രധാനമായിട്ട് അതിൽ വരുന്നത്. പിന്നെ കാർബൺ ഡോണേഴ്സ് ഒക്കെ ഉണ്ട്, കാർബൺ ഡോണർ ലിഗാൻഡ്സ്. സൈനൈഡിലൊക്കെ കാർബൺ ആറ്റം, കാർബൺ മോണോക്സൈഡ്. Carbon is acting as the donor atom. So this is a carbon donor ligands. Carbon donor, halogen donor, oxygen donor, nitrogen donor. ഇങ്ങനെയും നമുക്ക് ലിഗാൻഡ്സിനെ വേറെ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരേ ഗ്രൂപ്പിൽ തന്നെ നമുക്ക് പല വിധത്തിൽ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഒരു ക്ലാസിഫിക്കേഷൻ നേരത്തെ പറഞ്ഞു, ന്യൂട്രൽ, ആനയോണിക് ആൻഡ് കാറ്റയോണിക്. രണ്ടാമത്തെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഡിപ്പെൻഡിങ് ഓൺ ദി ഡോണർ ആറ്റം. ഡോണർ ആറ്റം എന്ന് പറഞ്ഞാൽ ലിഗാൻഡ് ഡോണർ ആറ്റം എന്ന് പറഞ്ഞാൽ ഏത് ആറ്റത്തിലെ ലോൺ പേരാണോ അത് കൊടുക്കുന്നത്. ചില ലിഗാൻഡ്സ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കാണും, തയോസയനേറ്റ്. ഇതിന് വേണമെങ്കിൽ നൈട്രജനിലെ കൂടിയും കൊടുക്കാം, സൾഫറിൽ നോൺ പേരുണ്ട്. മനസ്സിലായി? ചില അപൂർവ ലിഗാൻഡ്സ് അങ്ങനെയുണ്ട്. ക്യാൻ മേക്ക് യൂസ് ഓഫ് എ ഡിഫറെന്റ് ആറ്റംസ്. മനസ്സിലായില്ലേ? ഒരേ സമയത്ത് അല്ല, വ്യത്യസ്ത സമയങ്ങളിൽ. പിന്നെ വേറെ ചിലതുണ്ട്. ഫോർ എക്സാമ്പിൾ ഇത് ഗ്ലൈസീനേറ്റ് അയോൺ എന്നുള്ള ലിഗാൻഡാണ്. ഗ്ലൈസീന്റെ അമീനോ ആസിഡ് ഗ്ലൈസീനേറ്റ്. നമുക്ക് ഈ ഗ്രൂപ്പിൽ പെടുത്താൻ പറ്റില്ല, കാരണം നിങ്ങൾ നൈട്രജൻ ഡോണറും ഒരേ സമയത്ത് തന്നെ നൈട്രജനും ഓക്സിജനും ഒരേ സമയത്ത് തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. നൈട്രജൻ ഡോണർ ആസ് വെൽ ആസ് ഓക്സിജൻ ഡോണർ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ അത്ര പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല. നേരത്തെ വന്ന പെർഫെക്റ്റ് ആണ്. ആനയോണിക് സംശയമില്ല, കാറ്റയോണിക് ആൻഡ് ന്യൂട്രൽ. ഇതങ്ങനെയല്ല. ചിലപ്പോൾ ഒരേ ലിഗാൻഡ് തന്നെ കുറച്ച് നമ്മൾ ക്ലിയർ ആയി കാണും, മോർ ദാൻ വൺ ഡോണർ ആറ്റം. ഒരേ സമയത്ത് തന്നെ 2 ഡോണർ ആറ്റം മെറ്റലിന് ഓരോ ലോൺ പേർ കൊടുക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോഴേ അത് നമുക്ക് നൈട്രജൻ ഡോണർ എന്നോ ഓക്സിജൻ ഡോണർ എന്നോ വി കാനോട്ട് ക്ലാസിഫൈ ആസ് either a nitrogen donor or a oxygen donor. മനസ്സിലായില്ലേ? അങ്ങനത്തെ എക്സാമ്പിൾ ഉണ്ട്. എന്നാലും there is a type of classification based on the nature of the donor atom. പിന്നെ പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷൻ ആണ്, നമുക്കറിയാം. ഇപ്പോൾ ഒരു മോളിക്യൂൾ എടുക്കുകയാണ്. ഈ മോളിക്യൂൾ അറിയാം, ഇറ്റ് ഈസ് കോൾഡ് എത്തിലീൻ ഡൈഅമീൻ. എത്തിലീൻ ഡൈഅമീൻ. എത്തിലീൻ ഡൈഅമീനിൽ കാണാൻ പറ്റും there are 2 nitrogen atoms, each one bearing a pair of electrons, and in metal complexes it is seen that if there is a metal ion, എന്താ ലിഗാൻഡിന്റെ ഡ്യൂട്ടി? ഈ ലോൺ പെയർ ഉപയോഗിച്ചിട്ട് കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യുന്നുള്ളതാണ്. ഒരേ സമയത്ത് സൈമിൾട്ടേനിയസ് ആയിട്ട് ഈ 2 ലോൺ പെയർ ഉപയോഗിച്ചിട്ട് 2 ഭാഗത്തിൽ കൂടിയും ഇതിന് ബൈൻഡ് ചെയ്യാൻ പറ്റും മെറ്റലായിട്ട്. മനസ്സിലായോ? മെറ്റൽ ആറ്റം ബൈൻഡ്സ് വിത്ത് ദ ലിഗാൻഡ് ത്രൂ 2 ഡിഫറെന്റ് ഡോണർ ആറ്റംസ്. ഇവിടെ 2 നൈട്രജൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇത് വേറെ സ്ഥലത്ത് അങ്ങനെ CH2 നമ്മൾ കുറച്ച് മുമ്പേ കണ്ട NH2 CH2 COO മൈനസ് എന്നുള്ളത് മെറ്റലോയിഡ് കോർഡിനേറ്റ് ചെയ്യും. ഇവിടെയുള്ള ലോൺ പെയറും ഇവിടെയുള്ള ലോൺ പെയർ ഒരേ സമയത്ത്, ഒന്ന് ഓക്സിജൻ ആണ്, മറ്റേ നൈട്രജൻ ആണ്. നമുക്കറിയാം നൈട്രജനും ലോൺ പെയർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, രണ്ടും ഒരേ സമയത്ത് മെറ്റലോയിഡ് ബൈൻഡ് ചെയ്യും. മനസ്സിലായില്ലേ? അങ്ങനെ ഏതൊക്കെ ഒരു ലിഗാൻഡ് ശ്രദ്ധിക്കാം, if it binds to a metal through 2 different points it is called a, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മ ഉണ്ടാവും, എന്താ ലിഗാൻഡ് എന്ന് പറയാ? ബൈഡെൻഡേറ്റ് ലിഗാൻഡ്. ബൈഡെൻഡേറ്റ് സ്വാഭാവികമായിട്ടും നമുക്കറിയാം വാട്ടർ, അമോണിയ പോലെയുള്ള ലിഗാൻഡ്സ് ഒരേ ഒരു ലോൺ പെയറേ ഉള്ളൂ, ഒരേ ഒരു ഡോണർ ആറ്റമേ, ലോൺ പെയർ ഒരേ ഒരു ഡോണർ ആറ്റമേ ഉള്ളൂ. അത് മെറ്റലുമായിട്ട് ഇങ്ങനെ മാത്രമേ ബൈൻഡ് ചെയ്യാൻ പറ്റൂ ഒരു മെറ്റൽ. ഇവിടെ ലോൺ പെയർ വേറെ ഉണ്ട്, അത് പക്ഷേ നൈട്രജൻ അല്ല, ഓക്സിജൻ ആണ്. അതും ഇന്നെ കൊടുക്കാൻ പറ്റില്ല, കണ്ടാൽ മനസ്സിലാവും. നോ പ്രോബ്ലം. സോ it can bind, this ligand binds to the metal, connect the metal through only one donor atom. അപ്പോൾ ഇതിന്റെ പേര് എന്താണ്? Such ligands are called monodentate ligands. Monodentate. ഡെൻഡ നിങ്ങൾക്ക് പേര് ഡെൻഡ പല്ല് 2 ഭാഗത്തെ കൂടി കടിക്കുക, ബൈൻസ്. മനസ്സിലായി? ഡെൻഡസി ഓഫ് ദി ലിഗാൻഡ് എന്ന് പറയും. ഇതിന്റെ ഡെൻഡസി 1 ആണ്, ഇതിന്റെ ഡെൻഡസി 2 ആണ്. ഈ ഡെൻഡസി
Density of a water molecule is 1, density of ammonia molecule is 1, density of pyridine is 1, density of cyanide is 1, density of chloride is 1. All these things are monodentate ligands. Monodentate ligands. Whereas ethylene diamine, glycinate, or say another one is oxalate. This is oxalate. ഇത് ഒരേ സമയത്ത് ഓക്സലേറ്റ് ആയതുകൊണ്ടാണ് ഒരേ സമയത്ത് മെറ്റലായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ മനസ്സിലാകണ്ട, ഈ ഡോണറായിട്ടും ഈ ഡോണറായിട്ടും ഒരേ സമയത്ത് മെറ്റലായിട്ട് കണക്ട്. ഇവിടെ നിന്ന് ഒരു ലോൺ പേർ മെറ്റലിന് കൊടുക്കും, മെറ്റലിന് കൊടുക്കും, രണ്ട് ഭാഗത്തേക്ക് കൂടി ഇങ്ങനെ. മനസ്സിലായില്ല? ഇത് മെറ്റലായിട്ടാണെങ്കിൽ ലിഗാൻഡ് ഇങ്ങനെ ബൈൻഡ് ചെയ്യും ഒരേ സമയത്ത്. മോണോഡെൻറ്റേറ്റ് ആണെങ്കിലോ ഇങ്ങനെ മാത്രമേ ഉള്ളൂ, ഒരു ഭാഗത്തേക്ക് കൂടി മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? മോളിക്യൂളിന്റെ വലിപ്പമുള്ളത് അതിൽ സൗകര്യമായ സ്ഥലത്ത് ഡോണറാറ്റം ഉണ്ടെങ്കിൽ അതിങ്ങനെ ബൈൻഡ് ചെയ്യും. എല്ലാ സ്ഥലത്തും ചെയ്യണമെന്നില്ല. അടുത്തടുത്തുള്ള ഡോണറാറ്റം ഇപ്പോൾ ഹൈഡ്രസീൻ NH2 ഇവിടെ ലോൺ പെയർ ഉണ്ട്. പക്ഷേ ഇത് ഒരു മോണോഡെൻറ്റേറ്റ് ലിഗൻഡ് ആയിട്ട് മാത്രമേ ആക്ട് ചെയ്യൂ. മനസ്സിലായില്ലേ? അതിന്റെ സീരിയോ കെമിസ്ട്രിക്ക് അതിന് അനുകൂലമല്ല. എന്തിന്? രണ്ട് ഭാഗത്തെ കൂടെ കണക്ട് ചെയ്യാൻ. മനസ്സിലായില്ലേ? ഇങ്ങനെ മോളിക്യൂൾ പിടിച്ച് വളർത്താനും പറ്റില്ല. അതിനകത്ത് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയ കുറച്ച് നീളം കൂടിയ മോളിക്യൂൾ ആണെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്യാം. കുറച്ച് നമുക്ക് വളരെ ക്ലിയർ ആവുന്നത്. മനസ്സിലായില്ലേ? ഹൈഡ്രസീൻ ഈസ് ഈവൻ ദോ ഇറ്റ് ഹാസ് 2 ഡോണർ ആറ്റംസ് ഐഡന്റിക്കൽ ആണ്. ethylene diamine ഒക്കെ ഒരേ സമയത്ത് 2 ഡോണർ ആറ്റം ഉപയോഗിച്ച് മെറ്റലുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് എ ബൈഡെൻറ്റേറ്റ് ലിഗാൻഡ്. ഹൈഡ്രസീൻ ഈസ് എ മോണോഡെൻറ്റേറ്റ് ലിഗാൻഡ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? So ligands can be classified according to the number of according to their density. Density എന്ന് പറഞ്ഞാൽ എന്താണ്? The number of points through which a ligand can bind to a particular metal atom or ion. Metal atom ion ആയിട്ട് simultaneous ആയിട്ട്. ഇതിന് വേണമെങ്കിൽ ഇതൊരു മെറ്റലിനും ഇത് വേറെ മെറ്റലിനും കൊടുക്കാൻ പറ്റും. അത് കുഴപ്പമില്ല. മനസ്സിലായില്ലേ? ദാറ്റ്സ് പോസിബിൾ. പക്ഷെ അതെന്തല്ല, അത് ഒരേ മെറ്റൽ ആറ്റത്തെ 2 പോയിന്റിൽ കൂടി കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? ഒരു റിംഗ് ഉണ്ടാവും. ഇങ്ങനെയാവും അല്ലേ? ഒരു മെറ്റൽ ആറ്റം കുറെ ആറ്റങ്ങൾ ഇവിടെയുള്ള ആറ്റം ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ എന്തായി? ഒരു റിംഗായി മാറും. മനസ്സിലായി? അങ്ങനെ കണക്ട് ചെയ്യുമ്പോഴാണ് അതിന് എന്താ പറയുന്നത്? ഡെൻഡസി 2 ആണല്ലോ അതിനെ ബൈഡെൻറ്റേറ്റ് എന്ന് പറയുന്നത്. വാട്ടറും അമോണിയയും ഹൈഡ്രോക്സൈഡും അമൈഡും ഒക്കെ എന്താണ്? ഹാലൈഡും ഒക്കെ മോണോഡെൻറ്റേറ്റ് ലിഗാൻഡ്സ്. വേറെസ് എത്തിലീൻ ഡയമീൻ, ഗ്ലൈസിനേറ്റ്, ഓക്സലേറ്റ് എക്സെട്ര ആർ ഒരുപാടുണ്ട് ബൈഡെൻറ്റേറ്റ് ലിഗാൻഡ്സ്. നമ്മൾ കുറച്ചുകൂടി ചെയ്യുമ്പോൾ ഒരുപാട് എക്സാമ്പിൾ കാണും ബൈഡെൻറ്റേറ്റ് ലിഗാൻഡ്സ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ അപ്പുറത്തേക്കും പോകും. എന്ത്? ട്രൈഡെൻറ്റേറ്റ് ലിഗാൻഡ്. NH2 CH2 CH2 NH CH2 CH2 NH. കുറച്ച് വളച്ച് വരച്ച് നേരെ വരക്കാം. നമുക്ക് ഇതിങ്ങനെ വരക്കാം, കുഴപ്പമില്ല. CH2 CH2 NH CH2 CH2 NH2. ഇവിടെയും NH2. ഇവിടെ ലോൺ പെയർ ഉണ്ട്, ഇവിടെ ലോൺ പെയർ ഉണ്ട്, ഇവിടെ ലോൺ പെയർ ഉണ്ട്. ഓരോ നൈട്രജനും ഓരോ ലോൺ പെയർ ഉണ്ട്, നമുക്കറിയാം. സോ ദിസ് മോളിക്യൂൾ ഇവിടെ ഒരു മെറ്റൽ വരികയാണെങ്കിൽ ഈ ലോൺ പെയറും ഇവിടെയുള്ള ലോൺ പെയറും എല്ലാം ഒരേ സമയത്ത് ആ മെറ്റലിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, മെറ്റലിന് കൊടുക്കാൻ പറ്റുമല്ലോ, മെറ്റലുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റും. ദിസ് ലിഗാൻഡ്, ഇതിന്റെ പേരെന്താണ്? ഇതിന്റെ പേര് ഇതാ നോക്കിയേ, ഡൈ എത്തിലീൻ ട്രൈ അമീൻ എന്നാണ്. ഡൈ എത്തിലീൻ triamine. Diethylene triamine is a tridentate ligand. Tridentate because it can connect to a metal atom through 3 different donor atoms. 1, 2, 3 or through 3 different points. Clear ആണല്ലോ? So this is an example for a tridentate ligand. ശ്രദ്ധിക്കുക, diethylene triamine. Tetradentate ligand ഉണ്ട്. CH2COO minus, CH2COO minus, CH2COO minus. This is called a nitrilo triacetate. ആവണമെന്ന് പറയുന്നത് പേര് ശ്രദ്ധിക്കുക, പേരൊന്നും അത്ര പറയാനില്ല. നൈട്രിലോ ട്രൈ അസെറ്റേറ്റ്. ഇവിടെ ഒരു ഡോണർ ആയിട്ടുണ്ട്,
ഇവിടെ ഡോണർ ആയിട്ടുണ്ട്, ഇവിടെ ഡോണർ ആയിട്ടുണ്ട്, ഇവിടെ ഡോണർ ആയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരേ സമയത്ത് ഒരു മെറ്റലുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് മനസ്സിലാക്കി രണ്ടും കണക്ട് ചെയ്യാതെ molecule can bend, and you can see that this is a tetradentate ligand. 1 2 3 4 points കൂടി അതിന് ബൈൻഡ് ചെയ്യാൻ പറ്റും. ടെട്രാഡെൻഡേറ്റ്. അങ്ങനെ ഹെക്സാഡെൻഡേറ്റ് ലിഗൻഡ് എക്സാമ്പിൾ ആണ് നമുക്കറിയാം. EDTA ഇഥിലീൻ ഡൈഅമീൻ ടെട്രാ അസെറ്റിക് ആസിഡ്. ഇഥിലീൻ ഡൈഅമീൻ ടെട്രാ ഇഥിലീൻ ഡൈഅമീൻ 2 അമിനോ ഗ്രൂപ്പ് ഉണ്ട്. ടെട്രാ അസെറ്റിക് ആസിഡ് 4 അസെറ്റേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. 4 കാർബോസിൻ ഗ്രൂപ്പ് ഉണ്ട്. 4 കാർബോസിൻ ഗ്രൂപ്പും 2 അമിനോ ഗ്രൂപ്പും 4 × 6 എല്ലാത്തിനും ഒരേ സമയത്ത് മെറ്റലുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വളർത്തി ചിത്രമൊക്കെ കാണും. നിങ്ങൾ വരച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എന്താണ് സംഭവം മനസ്സിലാക്കുക. അതെങ്ങനെയാണ് മെറ്റലുമായിട്ട് കണക്ട് ചെയ്യുന്നത്, ഇങ്ങനെ വളഞ്ഞ് വരുന്നതെന്നും നിങ്ങൾ വരച്ച് പഠിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ്സ് നോട്ട് സോ നെസസറി, ബട്ട് യു സീ ദാറ്റ് EDTA or ethylene diamine tetraacetic acid is a hexadentate ligand. It can connect to a particular metal atom through 6 different ഒരു മെറ്റൽ ആറ്റത്തിന് 6 പോയിന്റിൽ കൂടി കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു മെറ്റൽ ആറ്റത്തിന് ഒറ്റ പോയിന്റിൽ കൂടി കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഏത് ഹൈഡ്രോക്സൈഡ്, വാട്ടർ, അമോണിയ, ഹാലൈഡ്, സയനൈഡ്, കാർബൺ മോണോക്സൈഡ് പോലുള്ള ലിഗൻഡ്സ് ഒക്കെ എന്താണ് മോണോഡെൻഡേറ്റ് ലിഗൻഡ്സ് ആണ്. പിരിഡിൻ മനസ്സിലായില്ലേ? അതേ സമയത്ത് ഒരു മെറ്റലുമായിട്ട് 2 പോയിന്റിൽ കൂടി കണക്ട് ചെയ്യാൻ പറ്റും. 2 ഡോണർ ആറ്റത്തിൽ കൂടി കണക്ട് ചെയ്യാൻ പറ്റിയ ലിഗൻഡ്സ്, കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ലിഗൻഡ്സ് ലൈക്ക് എത്തിലീൻ ഡൈഅമീൻ ഓർ glycinate, oxalate, etc. are called bidentate ligands. Okay, and ligands like diethylene triamine, which has 3 donor atoms, all of which can donor atom മൂന്നുള്ളതുകൊണ്ട് കാര്യമില്ല, ഒരേ സമയത്ത് ഒരു മെറ്റലായിട്ടുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം. എന്നാൽ മാത്രമേ എന്താ പറയാൻ പറ്റൂ ഇതിനെ. ഞാൻ പറഞ്ഞ നേരത്തെ ഹൈഡ്രസീൻ നമ്മൾ പറയുന്നില്ല, 2 donor atom ഉണ്ടെങ്കിലും that is not a bidentate ligand, that is only a monodentate ligand. If the molecule can coordinate to a metal through 2 different donor atoms, it is a bidentate ligand. Through 3 different donor atoms, 1 2 3, it is a tridentate ligand. And for tetradentate, pentadentate and hexadentate ligands. So ligands can be അത് വളരെ പ്രധാനപ്പെട്ട ഒരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ്. എന്ത് based on the density. അപ്പോൾ 3 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ പഠിച്ചിരുന്നു. ഒന്ന് based on the charge, anionic ligands, neutral ligands and cationic ligands. രണ്ടാമത്തേത് based on the donor atom, oxygen donor ligands, nitrogen donor ligands, halogen donor ligands, carbon donor ligands, etc. Okay. മൂന്നാമത്തേത് based on the density of the density means as the number of donor atoms through which it can simultaneously bind to a metal. ഒരു മെറ്റലായിട്ട് simultaneous ഒരേ സമയത്ത് വേണം ബൈൻഡ് ചെയ്യാൻ പറ്റുന്നത് എത്രയാണ്, ആ നമ്പറിനാണ് ഇതിന്റെ ഡെൻഡസി. ആ നമ്പർ 1 ആണെങ്കിൽ that is called a monodentate, രണ്ടാണ് that is called a bidentate and so on. Okay, കൂടുതൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ ഹൈഡ്രോക്സൈഡ് OH മൈനസ് അല്ലെങ്കിൽ ഹാലൈഡ്, ഈ ഹാലൈഡ് ക്ലോറൈഡിനാണെങ്കിൽ എത്ര ലോൺ പെയർ ഉണ്ട്? എല്ലാ ലോൺ ക്ലോറൈഡിലുള്ള ലോൺ പെയർ എല്ലാം ലോൺ പെയർ ആണ്. അതിൽ വേറെ ആരും കണക്ഷൻ ഇല്ല. 4 ലോൺ പെയർ ഉണ്ട് ക്ലോറിൻ. ഈ ക്ലോറിന് ചില കേസിലൊക്കെ ഒരു മെറ്റൽ അവിടെ, വേറൊരു മെറ്റൽ ഇവിടെ, ഒരെണ്ണം ഇങ്ങോട്ടും ഒരെണ്ണം അങ്ങോട്ടും ഡൊണേറ്റ് ചെയ്യും. ഇങ്ങോട്ടും പറ്റില്ല, 4 ഭാഗത്തേക്ക് പറ്റില്ല, 2 ഭാഗത്ത്. ഹൈഡ്രോക്സൈഡ് നമുക്കറിയാം 3 ലോൺ പെയർ ഉണ്ട്. പക്ഷേ 2 ലോൺ പെയർ ഹൈഡ്രോക്സൈഡ് എന്നാൽ ഇങ്ങനെ ഉണ്ടാവും. OH ഇവിടെ ലോൺ പെയർ ഉണ്ട്, ഇവിടെ ലോൺ പെയർ ഉണ്ട്, ഇവിടെ ഒരു മെറ്റല്, ഇവിടെ വേറൊരു മെറ്റൽ. ഇവിടെ പറ്റൂല, ഞാൻ 2 മാക്സിമം, 2 കൂടുതൽ വളരെ സാധ്യത കുറവാണ്. ഇതേപോലെ ഒരു ഡോണർ ആറ്റത്തിലുള്ള ഒന്നിൽ കൂടുതൽ ലോൺ പെയർസ് വ്യത്യസ്ത മെറ്റലായിട്ട്, അത് എമ്മും ആവാം, ആണെങ്കിൽ എമ്മും M' ആവാം, കുഴപ്പമില്ല. ഒരേ മെറ്റലാവാം, 2 മെറ്റൽ ആറ്റംസ്, whether it be the same or different, no problem. So we can see that such ligands can act as a bridge between the 2 metal atoms. 2 മെറ്റൽ ആറ്റമായിട്ട് ഒരു ബ്രിഡ്ജ് പോലെ ആക്ട് ചെയ്യാം. അങ്ങനെ donating a pair of electron to one metal atom and another pair on the same ഈ ആറ്റത്തിനാണ് വേറൊരു പേര് വേറൊരു ആറ്റത്തിന് കൊടുക്കുക, മെറ്റൽ ആറ്റത്തിന് കൊടുക്കുക. മനസ്സിലായില്ലേ? such a ligand is called a, പേര് വളരെ ക്ലിയർ ആണ്, എന്താണ്? bridging ligand. Hydroxide is an example of a bridging ligand. Chloride is an example for a bridging ligand. Ammonia cannot act as a bridging ligand. Why? Because ammonia has only 1 lone pair. Then once it is donated, that is not a bridging ligand.
വാട്ടറിൽ 2 ലോൺ പെയർ ഉണ്ടെങ്കിലും വാട്ടർ ബ്രിഡ്ജിംഗ് ലിഗൻഡ് അറ്റാക്ക് ചെയ്യുന്ന വളരെ പരിമിതമായ കേസിൽ മാത്രമേ. പക്ഷേ ഹൈഡ്രോക്സൈഡ് ഇസ് എ വെരി ഗുഡ് ബ്രിഡ്ജിംഗ് ലിഗൻഡ്, ക്ലോറൈഡ് ഇസ് എ ബ്രിഡ്ജിംഗ് ലിഗൻഡ്, ബ്രോമൈഡ് any halide ion is a bridging ligand. മനസ്സിലായില്ലേ? Such ligands are called bridging ligands. NH2 minus is another example. നമ്മറിയാ NH3 ൽ ഒരു ലോൺ പെയർ ഉള്ളൂ. That cannot act as a bridging ligand, but NH2 minus has a yes 2 lone pairs. അതിൽ ഒന്ന് വരുന്നത് അമോണിയ. ഓക്കെ, ശ്രദ്ധിക്കുക, അമോണിയ ഇങ്ങനെയാണ് H H H. This is ammonia. There is only one lone pair and that is a simple monodentate ligand and it cannot act as a bridging ligand. But once it is converted NH2 minus or H plus പോയി, അപ്പോൾ എന്തിന്റെ അവിടെ ഒരു പെയർ അധികം വന്നു. So this is NH2 minus. NH2 minus has 2 lone pairs and it is a very effective bridging ligand. അപ്പോൾ NH2 white എന്തുകൊണ്ട് അമോണിയ bridging ligand അല്ല അമൈഡ് bridging ligand അറ്റാക്ക് ചെയ്യുന്നു? അമൈഡിന് നമ്മുടെ 2 ലോൺ പെയർ ഉണ്ട്. ആ 2 ലോൺ പെയർ ഓരോ മെറ്റലിനൊക്കെ സൈമിൾട്ടേനിയസ് ആയിട്ട് 2 ഡിഫറെന്റ് മെറ്റലിലേക്ക് കൊടുക്കാൻ പറ്റും. എന്ന് ഒരു മെറ്റലിലേക്ക് കൊടുക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? So this is a not a bridging ligand. Amide is a bridging ligand. Amide is a monodentate ligand, but it is also a bridging ligand. Ammonia is a monodentate ligand, but it is not a bridging ligand. Any halide ion is monodentate ligand as well as a bridging ligand. Hydrocyanide again is a monodentate ligand and a bridging ligand. മനസ്സിലായില്ലേ? ബ്രിഡ്ജിംഗ് ലിഗൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 മെറ്റലിനെ ബ്രിഡ്ജ് ചെയ്യുക. മനസ്സിലായില്ലേ? 2 മെറ്റലിനടുക്ക് ഒരു പാലം പോലെ പ്രവർത്തിക്കുക. അങ്ങനെയാണ് ഓരോ കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. ഒരു കണക്ഷൻ ഒരു മെറ്റലിലെ മറ്റേ കണക്ഷൻ വേറെ മെറ്റലില്. ഇതെങ്ങനെ സാധിക്കുന്നു? ഒരേ ഡോണർ ആറ്റത്തിലോ അടുത്തടുത്ത ഡോണർ ആറ്റത്തിലോ ഒന്നിൽ കൂടുതൽ ലോൺ പെയർ ഉണ്ടായിരിക്കുക. ഹൈഡ്രോക്സൈഡ്, ഹാലൈഡ്, അമൈഡ് പോലെയുള്ള ലിഗൻഡ്സ് ആർ ഇഫക്റ്റീവ് ബ്രിഡ്ജിംഗ് ലിഗൻഡ്സ്. അത് ശ്രദ്ധിക്കാം. അതേപോലെ വേറൊരു ടൈപ്പാണ് നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞു തയോസയനൈറ്റ്. തയോസയനൈറ്റിൽ നൈട്രജൻ ലോൺ പെയർ ഉണ്ട്, സൾഫർ ലോൺ പെയർ. അതുപോലെയാണ് NO2 മൈനസ്, ഓക്സിജൻ ലോൺ പെയർ ഉണ്ട്, നൈട്രജൻ ലോൺ പെയർ ഉണ്ട്. ഇവരൊന്നും ബ്രിഡ്ജിംഗ് ലിഗൻഡ് അറ്റാക്ക് ചെയ്യുന്നില്ല. അതേ സമയത്ത് ചില മെറ്റൽ കോംപ്ലക്സിൽ ഇങ്ങനെ സൾഫർ ലോൺ പെയർ ഉപയോഗിച്ചിട്ട് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റും. മറ്റു ചില മെറ്റൽ കോംപ്ലക്സിൽ വേറെ മെറ്റലായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ നൈട്രജൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ശ്രദ്ധിച്ച് നൈട്രജൻ ലോൺ പെയർ ആണ് മെറ്റലിന് കൊടുക്കുന്നത്. ഇവിടെ എന്താണ്? സൾഫർ ലോൺ പെയർ ആണ് മെറ്റലിന് കൊടുക്കുന്നത്. ഇപ്പൊ എന്നോട്ട് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും മറ്റേ ബോട്ടുകളൊന്നും കൃത്യമായി വരയ്ക്കുന്നത്. ഇതിപ്പോ മെറ്റൽ ഇവിടെ ലോൺ പെയർ ഉണ്ട്, ഇവിടെ ലോൺ പെയർ ഉണ്ട്. ഇതുപയോഗിച്ചാണ് മെറ്റൽ ബൈൻഡ് ചെയ്യുന്നതെങ്കിൽ MnO2. ഇതുപയോഗിച്ചാൽ ബൈൻഡ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ഉണ്ടാവും MONO. ഇങ്ങനെ ഉണ്ടാവും ONO. മെറ്റൽ ഇവിടെ ഉണ്ടാവും MONO, മറ്റേത് MnO2. മനസ്സിലായില്ലേ? Here it is making use of the lone pair of nitrogen to donate to the metal, and here it is making use of the lone pair of oxygen to donate to the metal. അപ്പോൾ വ്യത്യസ്ത മെറ്റൽ ആയിരിക്കും. ഒരേ മെറ്റലായാലും കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ ഇത് രണ്ടും ഒരേ മെറ്റൽ രണ്ട് വിധത്തിൽ ബൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപൂർവമാണ്. സാധാരണഗതിയിൽ ചില മെറ്റലായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ അത് ഓക്സിജനിൽ കൂടി ബൈൻഡ് ചെയ്യും, മറ്റു ചില മെറ്റലായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ അത് നൈട്രജനിൽ കൂടി ബൈൻഡ് ചെയ്യും. എത്രയേ ഉള്ളൂ. സച്ച് ലിഗൻഡ്സ്. എൻ്റെ പേരെന്താവും നിങ്ങൾ പഠിച്ച ഓർമ്മയുണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് ambident ligands. Ambident. So what are ambident ligands? Are actually they are, first of all, they are monodentate ligands. They are monodentate ligands like thiocyanate, NO2 minus, NO2 minus etc., which can bind to a metal through different donor atoms. For example, in the case of thiocyanate, it can bind to a metal through sulfur or through nitrogen, or it can make use of the lone pair on sulfur to bind to certain type of metal ions, and it can make use of the lone pair on nitrogen to make use of to bind to certain other metal atoms. പറഞ്ഞ മനസ്സിലായോ? ചില കേസിൽ ചില മെറ്റലായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ സൾഫർ ലോൺ പെയർ ഉണ്ട്. അതിൻ്റെ കൂടെ സയോസൈനേറ്റ് രണ്ട് സ്ഥലത്ത് ലോൺ പെയർ ഉണ്ട്. ഒരറ്റത്ത് സൾഫർ ഉണ്ട്, മറ്റൊരു നൈട്രജൻ ഉണ്ട്, രണ്ടാമത്തെ കയ്യിലുണ്ട് ലോൺ പെയർ ഉണ്ട്. ചിലപ്പോൾ സൾഫർ ഉപയോഗിച്ചിട്ട് ബൈൻഡ് ചെയ്യും, ചിലപ്പോൾ നൈട്രജൻ ഉപയോഗിച്ച് ബൈൻഡ് ചെയ്യും, ഡിപ്പെൻഡിങ് ഓൺ ദി നേച്ചർ ഓഫ് ദി മെറ്റൽ. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതേപോലെ NO2 മൈനസിൽ can bind either through nitrogen because nitrogen has lone pair,